ഹലോ. അപ്പോൾ എല്ലാവരെയും പോലെ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയി കേട്ടോ. ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയത് വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിലാട്ടോ. അവിടെ നമ്മളെല്ലാവരും, നമ്മുടെ അയൽവക്കക്കാരും എല്ലാവരും സെറ്റായിട്ട് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാനിരിക്കുകയാണ്. കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കേക്കെല്ലാം എടുത്ത് വെച്ചേക്കാണ്. അതിനിടയ്ക്ക് പിങ്കിമോളും അക്കുമ്മയും കൂടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ന്യൂ ഇയർ ആയ കാരണം നമ്മൾ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചൂട് വയ്ക്കുകയാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ അതേ നമുക്ക് ഫുഡൊക്കെ കൊടുത്തപ്പോൾ അതേ അമ്മ വെള്ളമൊക്കെ ആയിട്ട് വരുന്നു. പൊറോട്ടയും അപ്പവും ബീഫ് കറിയായിരുന്നു. അത് നമ്മളിത് ഇവിടെ ഇരുന്ന് മാക്ക് എന്ന് പറഞ്ഞാൽ നല്ലോണം തട്ടുന്നുണ്ട്. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് കഴിച്ച് കഴിഞ്ഞിട്ട് കേക്കൊക്കെ മുറിക്കാനായിട്ട് ഇരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രസമല്ലേ എല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ ന്യൂ ഇയർ നമ്മൾ ആഘോഷിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണ്. നല്ലൊരു സന്തോഷവും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക. എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ വൈൻ നമുക്ക് ചേട്ടന്മാർ കൊണ്ടു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ വൈൻ നമ്മൾ കഴിക്കാനായിട്ട് പൊട്ടിക്കാനൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മാളു ചേച്ചിയൊക്കെ. അപ്പോൾ അവൾ പൊട്ടിക്കാനായിട്ടിരിക്കുകയാണ്. നമ്മൾ എടുത്ത് പിടിച്ചേക്കുക കേട്ടോ കഴിക്കാനൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ. വയറൊക്കെ കത്തി എരിയും പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഫുള്ള് കുടിച്ചില്ല. പിന്നെ നമ്മളത് 12 മണിയിലേക്ക് കടക്കുവാണ്. ആ സമയത്ത് നമ്മൾ പടക്കം പൊട്ടിക്കാനുള്ള സെറ്റപ്പും കേക്ക് വിതരണമൊക്കെ പടക്കം പൊട്ടിച്ചു കേട്ടോ. പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മോളിൽ പോയി പൊട്ടുന്ന പടക്കം ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല, അതും എല്ലാം പൊട്ടിച്ച് നമ്മൾ അടിപൊളിയായിട്ട് ന്യൂ ഇയർ ആഘോഷിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. ആദ്യം പടക്കം കത്താൻ താമസിച്ചെങ്കിലും നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ പരിപാടി ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.